അവനിങ്ങനെ പറയായിരുന്നു, "ആ, കഴിഞ്ഞ വർഷം എൻട്രൻസ് ഇറങ്ങി വന്നിട്ട് ഉപ്പാൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാൻ പറ്റിയില്ല, ഈ പ്രാവശ്യം എനിക്കൊന്ന് ചിരിക്കണം എന്നുണ്ടായിരുന്നു." ഉമ്മയെക്കുറിച്ച് തന്നെ ഇത്രയേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ കുട്ടി ഡോക്ടറാവുന്ന ഉമ്മ പറഞ്ഞാണ് ഞാനതായതെന്ന് അവൻ പറയുന്നത്. പ്രാവശ്യം മോൻ പറഞ്ഞ മാതിരി എക്സാമിന് കുറച്ച് ഗേറ്റിന്റെ അവിടെ അങ്ങനെ നിൽക്കുകയാണല്ലോ, എല്ലാവരും എക്സാം കഴിഞ്ഞു. എല്ലാവരും നിന്നു അല്ലേ? ഞാൻ ഫ്രണ്ടിനെ അവരെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ ചെറിച്ച് ഉഷാറായിട്ട് വരുന്നുണ്ട്. എന്നാലും നിങ്ങൾ പുറത്ത് നിൽക്കുമ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു എക്സാം ഹാളിൻ്റെ പുറത്ത്? ഭയങ്കര ടെൻഷനാണ് ഉണ്ടാക്കി. ആ 3 മണിക്കൂർ ഭയങ്കര ടെൻഷനായിരുന്നു. ഉമ്മാൻ്റെ ആഗ്രഹം കോഴിക്കോട് കിട്ടണം എന്നുള്ളതെന്ന് പറഞ്ഞു. എന്തായാലും അവൻ ഗംഭീരമായല്ലോ, നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെയും അപ്പുറത്തേക്ക് അവൻ എത്തിയല്ലോ അല്ലേ? കോഴിക്കോട്ടെ ക്യാമ്പസിന് കുറേ 700 വരണം എന്ന വലിയ ആഗ്രഹം ആ ചാർജ് ഏറ്റെടുത്ത കാലം മുതൽ ലിനീഷ് സാർ ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുക. ഞാനൊരു നമ്പർ പറഞ്ഞിരുന്നു, നമ്പറിന്റെ മുകളിലാണിപ്പോ കോഴിക്കോട് ക്യാമ്പസ്. ഞാൻ പറയത്തില്ല, ആ നമ്പർ പറഞ്ഞിരുന്നു, ഇതിന്റെ മുകളിലാണ് നമ്മൾ സ്ഥലം കണ്ടിട്ട്. അല്ല, ഇവരുടെ ഫ്ലോറിൽ പിന്നെ ഇവരുടെ റൂമിൽ ഉണ്ടായിരുന്ന 11 പേരും 650-ന്റെ റേഞ്ചിലാണ് ഉള്ളത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര അത്ഭുതമായി. ഞാൻ നിരന്തരമായ ഹോസ്റ്റലിൽ പോയിക്കൊണ്ടിരുന്നതാണ്, എനിക്കറിയാം. ഓടി വരികയും ഭയങ്കര വൈബാണ് ഹോസ്റ്റല്. വാ ഇങ്ങോട്ട് വാ. ഇതെന്താ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ? ഉമ്മാനും ഉപ്പേനെയും കണ്ടതിന്റെ സങ്കടമാണ്. പെട്ടെന്നൊരു വികാരം വന്നു. കാലത്ത് ആഗ്രഹമല്ലേ, കണ്ടപ്പോ സന്തോഷം. ഷിബിനെ ഇങ്ങനെ നിർത്തി സംസാരിക്കുമ്പോൾ ആ ഹോസ്റ്റലിലുള്ള എല്ലാവരെയും നിർത്തിയാണ് സംസാരിക്കുന്നത്. എല്ലാവരുടെയും കൺഗ്രാജുലേഷനാണ് ഷിബിനെ ചേർത്ത് നിർത്തിയിട്ട് സത്യത്തിൽ ഞാൻ പറയുന്നത്. ഹായ്, 700 കടന്ന ആളുകളെ ഓരോരുത്തരെയായി നിങ്ങളിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ പേര് വരാനുണ്ട്. അതിനിടയിൽ ഷിബിനാണ്, മുഹമ്മദ് ഷിബിൻ. ഷിബിനെ പെട്ടെന്നാണ് കാണുന്നത്. ഷിബിൻ ആരോടും പറയാതെ വെച്ചിരിക്കുകയായിരുന്നു 700 കടന്ന വിശേഷം. ഞാനിങ്ങനെ ക്യാമറയൊക്കെ ഓൺ ചെയ്യുന്നതിന് മുമ്പേ എന്താണ് ആരോടും ഇതിങ്ങനെ പറയാതെ പൂഴ്ത്തി വെച്ചതെന്ന് ഷിബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഷിബിനെ, മാർക്ക് കൂട്ടി നോക്കിയപ്പോ തന്നെ എന്റെ പകുതി ജീവൻ പോയി. കാരണം എക്സാം അത്യാവശ്യം എനിക്ക് എഴുതാൻ പറ്റി, നല്ല സന്തോഷമായി ഇറങ്ങി ഉമ്മാനിപ്പാനൊക്കെ കെട്ടിപ്പിടിച്ച്. കാരണം കഴിഞ്ഞ എക്സാം ഞാൻ റിപ്പീറ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് ഉപ്പ മാത്രം വന്നിരുന്നു. പക്ഷെ ഞാൻ പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ എല്ലാവരും വരണം, ഇതിന്റെ ലാസ്റ്റ് ആണ്, എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വന്നിരുന്നു എക്സാമ്പിൾ. ധാന്യമാരും ഉപ്പയും ഒക്കെ വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഉപ്പ മാത്രമേ. അപ്പൊ എനിക്ക് ഇറങ്ങി വന്നിട്ട് കരയണം എന്നുണ്ട്. ഭയങ്കര എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ശരിയായിരുന്നില്ല. അപ്പോ ഉപ്പ മാത്രം. പിന്നെ അങ്ങനെ സങ്കടം. പിന്നെ ഒരു കൊല്ലമായിട്ട് ഞാൻ ഈ റിപ്പീറ്റ് തുടങ്ങിയപ്പോൾ മുതൽ ആഗ്രഹിക്കാൻ തുടങ്ങി എൻ്റെ ഉമ്മാനിപ്പ എനിക്ക് സന്തോഷിപ്പിക്കണം. എന്നും ഞാൻ നിസ്കരിക്കുമ്പോൾ ഒക്കെ തന്നെ എൻ്റെ ഉമ്മാനിപ്പ സന്തോഷിക്കണം, എനിക്ക് ചിരിച്ച് എക്സാമുകളിൽ നിന്ന് ഇറങ്ങണം, തന്നെ എനിക്ക് വേണ്ടി. അപ്പൊ എക്സാം ഒക്കെ എഴുതുമ്പോൾ എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ എക്സൈറ്റഡ് ആയി. 5:20 പേപ്പർ വാങ്ങി. എനിക്ക് എന്തായാലും അൽഹംദുലില്ലാ നല്ലതൊക്കെ എഴുതാൻ പറ്റി. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോ പിന്നെ എനിക്ക് ഇവരെ കാണണമെന്നായി. എന്റെ പാരന്റ്സിന്റെ അടുത്ത് പോകണം. പക്ഷെ ഇവിടെ ഭയങ്കര ക്യൂ, അത് കഴിയുന്നില്ല, അത് ഇറങ്ങി കിട്ടിയാൽ മതി. ഇറങ്ങി കഴിഞ്ഞ് ഉമ്മ എന്ത് ഞാൻ ചേച്ചിട്ട് പൂരെ കരച്ചില്ലേ. ഭയങ്കര സന്തോഷം, ഇതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഭയങ്കര സന്തോഷമായി. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഉമ്മക്ക് ബീച്ചാണെന്നാണ്, റിലാക്സ് ആവാൻ വേണ്ടി ബീച്ചാണെന്നാണ് പോയി. അതിൽ ഇവരൊക്കെ ബീച്ച് പോയി. എനിക്കാണെങ്കിൽ മാർക്കറിയായിട്ട് സമാധാനമല്ല. അപ്പൊ തന്നെ ലൈവൊക്കെ കഴിഞ്ഞ് നിൽക്കായിരുന്നു. അപ്പൊ ഓരെല്ലാരും ബീച്ചിൽ പോയി. ഞാൻ പറഞ്ഞു ഞാനില്ല, എനിക്കൊന്ന് മാർക്ക് കൂട്ടണം എന്നാണ്. അതില് അങ്ങനെ ഞാൻ മാർക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കാറിലിരുന്ന് ബീച്ചിന്റെ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ കൂട്ടുക. എല്ലാ ക്വസ്റ്റ്യൻ 2 മണിക്കൂർ ക്ലാസ് ഉണ്ട്. ഓരോടെ ഞാൻ അതുവരെ ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാൻ പറഞ്ഞിട്ട് മാർക്ക് നോക്കിയപ്പോ മാഷാ അല്ലാഹ് ഭയങ്കര സന്തോഷമായി. ഞാൻ പ്രതീക്ഷയിനകത്ത് എത്രയോ കൂടി. അപ്പൊ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നു. എന്നാലും ഞാൻ ആരോടും പറഞ്ഞില്ല. എനിക്ക് ഇടയ്ക്ക് ഭയങ്കര ടെൻഷനാണ്, ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ടെൻഷനാണ്. ഇതേമാതിരി ഇപ്പൊ മാർക്ക് വന്നപ്പോ ഞാൻ ആരോടും പറഞ്ഞില്ല. ഇനി മനസ്സിൽ ഇങ്ങനെ വെച്ചു, പഠിച്ചോനെ ഇതിന്റെ മാർക്ക് തന്നെ വേണോ, എനിക്ക് ഒന്നുകൂടി കൂട്ടണം, എനിക്ക് സമാധാനമാണ്. ഞാൻ വീട്ടിൽ പോകാറിന് വേഗം സാധനമൊക്കെ എടുത്ത് വീട്ടിൽ പോയി. 12 മണിയായി വീട്ടിലെത്തിയപ്പോ. അപ്പൊ ഇവരൊക്കെ കിടന്നോ ഇനി മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ കിടന്നില്ല. ഞാൻ പിന്നെ ഇതേപോലെ 2 മണിക്കൂർ ഒന്നുകൂടി ക്ലാസ് ഉണ്ട്. പിന്നെ 2 മണിക്കൂർ ക്ലാസ് ഉണ്ട്, ഒന്നുകൂടി മാർക്ക് ചെയ്തു. അപ്പോൾ ഇതേ മാർക്ക് തന്നെ. മാഷാ അല്ലാഹ് എനിക്ക് അവിടെ നിൽക്കാൻ പറക്കി നടന്നിട്ട്. എന്നാലും എനിക്ക് സമാധാനമില്ല. ഞാൻ അപ്പോഴും ഒരു മാസം കഴിഞ്ഞിട്ട് പറയാന്ന് കരുതി നിൽക്കായിരുന്നു. പക്ഷെ ഉമ്മ സമ്മതിക്കണില്ല. ഉമ്മ എന്ത് വന്നിട്ട് വിടുന്നില്ല. രാവിലെ വന്നിട്ട് ഒരൊക്കെ നീച്ച് രാവിലെ ഞാൻ അപ്പോഴും കിടന്നു. ഞാൻ 5 മണിക്ക് കിടന്നു. എനിക്ക് ഇത് ഉറക്കം വരുന്നില്ല.
5 മണിക്ക് എൻട്രൻസ് കഴിഞ്ഞ രാത്രി ഉറങ്ങിയില്ല. അന്ന് ഉറങ്ങി. എൻട്രൻസിന് ഒരാഴ്ച ഉറങ്ങിയില്ല. ഇങ്ങോട്ട് ഇപ്പൊ ഇന്നലെ കൂടി ഉറങ്ങിയിട്ടില്ല. ഇങ്ങോട്ട് വരുന്ന എക്സൈറ്റ്മെന്റിലായിരുന്നു സാറിനെ കാണാൻ. വലിയ ഞാൻ എപ്പോഴും ഞാൻ ഒരു മാസം ഒരു കൊല്ലമായിട്ട് ഇപ്പൊ ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതേപോലെ LK സാറിന്റെ തന്നെ സാറിന്റെ അടുത്ത് നിൽക്കണം. എന്ന് ഞാൻ നിസ്കരിക്കുമ്പോൾ എന്നും തന്നെ പ്രാർത്ഥന ഉമ്മാനിപ്പാൻ സന്തോഷിപ്പിക്കാം, എനിക്കൊരു ഇന്റർവ്യൂ വേണം. ഭയങ്കര ആഗ്രഹം എനിക്കെല്ലാം വർഷം സ്റ്റേജിൽ ഒന്ന് കയറിക്കാന്നൊക്കെ. പക്ഷെ ഇടയ്ക്കൊക്കെ ഞാൻ ഭയങ്കര ഡൗൺ ആവും. പക്ഷെ ഇപ്പൊ അൽഹംദുലില്ലാ ഇങ്ങനെ എത്തി. പിന്നെ ഉമ്മ സമാധാനം തോന്നിയിരുന്നില്ല. ഉമ്മ എന്റെ കുട്ടിക്ക് ഞാൻ പറഞ്ഞു കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു, എത്ര മാർക്കൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ രാവിലെ ഇപ്പൊ ഇങ്ങനെ സ്വയം കിട്ടും, കോഴിക്കോട് കിട്ടൂലേ, കിട്ടുമോ കോഴിക്കോട് കിട്ടാനുള്ള മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ അടുത്തത് എത്ര ഉണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും ഉമ്മക്കൊക്കെ ആകെ ടെൻഷൻ ആവാൻ തുടങ്ങി. ഞാൻ പറയാത്തോണ്ട് എനിക്ക് ഒരിടങ്ങാറുണ്ടപ്പോ ഞാൻ പറഞ്ഞു. അപ്പൊ അവരൊക്കെ ഒരുപാട് സന്തോഷിച്ച്. പിന്നെ ഇതേമാതിരി കരണ്ട് കെട്ടിപിടിച്ച് ഭയങ്കര ഇതായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റുന്നുണ്ടോ. ഞാൻ ജിത്തേച്ചിക്ക് വിളിച്ച്, ഞാൻ ഫസ്റ്റ് ജിത്തേച്ചിക്ക് വിളിച്ചിട്ടുണ്ട് സൈഡിൽ. നമ്മളെ ഫിനിക്സിന്റെ മെന്റർ ജിത്തേച്ചിക്ക് വിളിച്ച് ജിത്തേച്ചിനോട് ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. എക്സാം കഴിഞ്ഞ കുറച്ച് ഞാൻ വീട്ടിൽ എത്തുമ്പോൾ ചോദിച്ചിരുന്നു ശിവന് എത്ര ഉണ്ട് ചോദിച്ചപ്പോ ഇതിന്റെ റേഞ്ചിന് 670+ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ജിത്തേച്ചി പറഞ്ഞു മാർക്ക് പറയുമോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ജിത്തേച്ചി എനിക്ക് പേടിയാണ്, എന്നോട് ചോദിക്കരുത് പറഞ്ഞു. അപ്പൊ ജിത്തേച്ചി പറഞ്ഞു അവന്റെ മോനെ നീ കുഴപ്പമില്ല ഇത് മതി എന്നാണ്. എന്നിട്ട് എനിക്ക് ജിത്തേച്ചിനോട് എന്തായാലും വീട്ടുകാരോട് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം ജിത്തേച്ചിനോട് അറിയണത്. കാരണം അത്രയും ഞങ്ങൾക്ക് വേണ്ടി കുറെ വട്ടം നിൽക്കണം. എല്ലാ കാര്യം കൂടി വന്ന ജിത്തേച്ചി നീലിമ ഈ ജിത്തേച്ചി ഞങ്ങൾക്ക് എല്ലാ കാര്യം നിൽക്കും. ഒപ്പം ഫിനിക്സിന്റെ എല്ലാ കാര്യങ്ങൾക്കും അവർ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ ശ്യാമായിട്ടന്, ഞങ്ങളെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഞങ്ങളെ മെന്റർ ശ്യാമായിട്ടന്, ഞങ്ങളിതിന് മുമ്പത്തെ ക്രിസ്റ്റഫാണ്, ഇവരൊക്കെ എപ്പോഴും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ജിത്തേച്ചിനൊക്കെ പറയാനുണ്ട്. മോന് 700 കടന്നു എന്ന് വിളിച്ചു പറഞ്ഞൊരു സമയം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഭയങ്കരമായ അവരുടെ തന്നെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. എൻട്രൻസ് എഴുതി കിട്ടിയ അച്ചീവ്മെന്റിന്റെ മാക്സിമത്തിലാണ്. ഷിബിൻ ഇത് പറയുന്നതിനേക്കാളും ആവേശത്തിലായിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞ് ജിത്തേച്ചി ഇന്റെക്കാട്ടി സന്തോഷം. ഞാൻ നോക്കുമ്പോ ഇന്റെക്കാട്ടി എക്സൈറ്റില്ല ഒരു വിളിച്ചിട്ട് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാല് എനിക്ക് തന്നെ തോന്നി അപ്പൊ ഇന്റെക്കാട്ടി സന്തോഷമാണല്ലോ ഇവർക്ക്. എനിക്ക് നീ മാർക്ക് ഉണ്ടാവില്ല, എനിക്ക് ആ പേടി. അപ്പൊ എനിക്ക് ഏറെ ടെൻഷനായി. എന്നിട്ട് ജിത്തേച്ചിനോട് പറഞ്ഞു, നീലിമേണ്ടർ സംസാരിച്ചു. രണ്ടാളും ഭയങ്കര ഹാപ്പിയായി. ജിത്തേച്ചി അപ്പൊ തന്നെ ഞാൻ അനന്ത സാറിന് വിളിച്ചു പറയാൻ പോകണം, LK സാറിന് വിളിച്ചു പറയാൻ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഒന്നുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം, എനിക്ക് സമാധാനം അല്ല. അപ്പൊ ജിത്തേച്ചി എന്നൊക്കെയാന്ന് വിളിച്ച് പറയട്ടെ. അങ്ങനെ എന്നിട്ട് ലിനി സാർ വിളിച്ചു. ലിനി സാർ ചോദിച്ചു ശിവനെ നല്ല മാർക്ക് ഉണ്ടല്ലോ, അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ എവിടെ തെറ്റിന്നൊക്കെ ചോദിച്ചു. അപ്പൊ അങ്ങനെ തെറ്റിന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ തെറ്റിയുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ സാറ് പറഞ്ഞു എന്തായാലും, ഞാൻ പറഞ്ഞു സാർ എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് ഒന്നുകൂടി നോക്കണം. അപ്പൊ സാറ് വേണ്ട ഇജ്ജ് രണ്ടോട്ട് നോക്കിയില്ലേ മതി, 3 വട്ടം നോക്കിയില്ല, പിന്നെ നോക്കിയത് അത് 3 വട്ടം നോക്കിയില്ല ഇനി മതി, ആ മാർക്ക് കൺഫേം ആണ്. അപ്പൊ സാറേ പറ്റൂല, എനിക്ക് ഒന്നുകൂടി നോക്കാം, എനിക്ക് സമാധാനമല്ല. എന്റെ ജിത്തേച്ചിക്ക് ലിനി സാറിന് വിട്ടുകൊടുത്തു, ജിത്തേച്ചിക്ക് വിട്ടുകൊടുത്തു. ജിത്തേച്ചി ഫുള്ളിരുന്ന് ഒന്നുകൂടി നോക്കി. ഈ പ്രാവശ്യത്തെ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും കൂടുതൽ വട്ടം വീണ്ടും കൂട്ടിയത് ഷിബിനായിരിക്കും അല്ലേ? ക്വസ്റ്റ്യൻ കാണാപാടായി. അത്രക്ക് വേണ്ട ഓപ്ഷനൊക്കെ ഇരുന്ന് നോക്കിയെന്നു. ഞാൻ എവിടെയും എന്തെങ്കിലും തെറ്റിക്കണില്ല അത്രയും. എന്നിട്ട് ജിത്തേച്ചി നോക്കി. അപ്പൊ പിന്നെ ഇനി പടച്ചോണ്ട്. എങ്ങനെയുണ്ട് വീട്ടിൽ ബാക്കി ആരൊക്കെയാ ഷിബിന്റെ വീട്ടിലുള്ളത്? ഉമ്മ ഉപ്പ 2 അനിയന്മാര്, ഞാനാ മൂത്തത്. അനിയന്മാര് ഒരാള് 8ലും, ഇനി 8ക്ക്, ഒരാൾ ഇനി 1ലേക്ക്. 2 അനിയന്മാരാ. 8ാം ക്ലാസ്സിലുള്ള ആൾക്കൊക്കെ മനസ്സിലായോ എന്താണ് പരീക്ഷ, എന്താ എഴുതിയെന്നൊക്കെ മനസ്സിലായി? അവനിപ്പോ അവനക്ക് മനസ്സിലായി കുറെ കാര്യങ്ങളൊക്കെ. ഉപ്പ എങ്ങനെ എന്ത് പറഞ്ഞു? ഉപ്പാക്ക് എനിക്ക് ഉപ്പാന്റെ മുഖം കഴിഞ്ഞ പ്രാവശ്യം ഉപ്പാന്റെ മുഖം കണ്ടിട്ട് ചിരിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഉപ്പാന്റെ മുഖം കണ്ട ഫസ്റ്റ് തന്നെ ചിരിച്ചെടുത്ത്. അപ്പൊ ഉപ്പാക്ക് ഭയങ്കര സന്തോഷമായി. ഉപ്പ പിന്നെ ഉമ്മാന്റെ അത്ര എക്സ്പ്രസ് ചെയ്യൂല. അങ്ങോട്ട് വരാറുണ്ടായിരുന്നു നമ്മുടെ ഹോസ്റ്റലിലേക്കൊക്കെ ഉപ്പയും ഉമ്മയൊക്കെ? ഇല്ല, ഞാൻ വരണ്ട പറഞ്ഞത്. കാരണം ഞാൻ എല്ലാ മാസവും ഒരു മാസം കൂടെ വീട്ടിലേക്ക് പോകും. എനിക്കൊന്നും വീട്ടിൽ കണ്ടു പോകുന്നില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. ലാസ്റ്റത്തെ ഒരു 3 മാസം പോയേ ചെയ്തില്ല. ഞാൻ പറഞ്ഞു ഇനി ഞാൻ പോകില്ല, ഞാൻ തീരുമാനിച്ച്. ഒരു പെരുന്നാൾ ഉണ്ടായിരുന്നു, എന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, ഇതൊന്നും ഞാൻ വീട്ടിൽ നിന്ന് ഇതുവരെ മിസ്സാക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം ഞാൻ എനിക്ക് ഡിവേറ്റ് വരുന്നിട്ട് പോയേ ചെയ്തില്ല. 3 മാസം കംപ്ലീറ്റ്. അതൊരു എല്ലാ മാസം ഒരു മാസം കൂടുമ്പോ ഒരു 3 ദിവസം നിന്ന് പോകുന്നു. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് പെരുന്നാളും ബർത്ത്ഡേ ഒക്കെ മിസ് ചെയ്തത് ഈ വർഷമാണ് അല്ലേ? നന്നായില്ലേ? പക്ഷെ നമുക്ക് ഒരുപാട് പെരുന്നാളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള പറഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങാനും വന്നാൽ എനിക്ക് പിന്നെ ഒരു ദിവസം ഞാൻ എങ്ങനെ ആലോചിച്ചിരിക്കൂല ഇതൊക്കെ. പിന്നെ ഒരു ദിവസം പോയില്ലേ, ആ എക്സാമിന് അടുത്ത എനിക്കാണെങ്കിൽ കുറെ തീർക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട വരണ്ടായിരുന്നു. നല്ല സങ്കടം ഉണ്ടായിരുന്നു, ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി പോയാൽ മതിയെന്നു. കാരണം അടുത്തല്ലേ, പെരുന്നാളെന്ന് പറയുമ്പോൾ കുറച്ചുള്ളൂല്ലോ, 2 മണിക്കൂർ യാത്ര ഉള്ളൂ. എന്നാലും ഞാൻ നിന്ന്.
അപ്പൊ അന്ന് നിന്ന് കോൺഫിഡൻസ് ഒക്കെ കുറയുമ്പോ പ്രാർത്ഥിക്കലായിരുന്നു, എന്തായാലും ചെയ്യാറുണ്ടായിരുന്നു? ഞാനന്ന് ഹോസ്റ്റലില് എൻട്രൻസിന്റെ തൊട്ട് തലേദിവസം വരുമ്പോഴും ഷിബിന് നിസ്കരിക്കായിരുന്നു അല്ലേ? പ്രാർത്ഥിക്കലുണ്ടായിരുന്നു സ്ഥിരമായിട്ട്? ഒരുപാട് ഞാൻ എന്നും ഇപ്പോ എൻട്രൻസ് വന്ന് തുറക്ക് പിന്നെ ഉം, ബ- എന്നും പഠിച്ചോണ്ട് ഇത് പറഞ്ഞിരുന്നത് ഒന്ന് എനിക്ക് ഉമ്മാനിപ്പ അങ്ങ് സന്തോഷിപ്പിക്കണം, പിന്നെ LK സാറിനടുത്ത് സാറിനടുത്ത് ഒരു വീഡിയോ എടുക്കണം, ഭയങ്കര ആഗ്രഹം. പിന്നെ അതേപോലെ എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്തോ എന്റെ കണ്ണവിടെ എത്തിപ്പോയി. ഞാൻ അന്നും പ്രാർത്ഥിക്കും എനിക്ക് കോഴിക്കോട് കിട്ടണം, കോഴിക്കോട് കിട്ടണം, എങ്ങനെയാലും കോഴിക്കോട് കിട്ടണം. ഒരു 650 മുകളിലേക്ക് 650, എനിക്ക് എന്താണ് ആ 650 എന്ന് പറഞ്ഞൊരു മാർക്കിന്റെ സ്ട്രൈക്ക് ചെയ്ത് ഞാൻ ഇതുവരെ ആ മാർക്കിൽ എത്തിയിട്ടില്ല. മാക്സിമം എനിക്ക് 672 ഞാൻ ലാസ്റ്റ് ചെയ്ത എക്സാമിൽ വന്നത്. 672ന്റെ മുകളിൽ നമ്മളെടുത്തുള്ള പരീക്ഷയ്ക്ക് വന്നിട്ടില്ല. ഇതുവരെ ഒരു എക്സാം 700 കടക്കുന്നത് ആദ്യമായിട്ട് നീറ്റിന്. 650 കറക്കുന്നത് ആദ്യമായിട്ടാ. പക്ഷെ അങ്ങനെ എന്നും പ്രാർത്ഥിക്കും 650 ആണ്. എനിക്ക് ലാസ്റ്റിക്ക് ഭയങ്കര ഞാൻ ഓവർ ടെൻഷൻ ആവുന്ന ആളാ, ഭയങ്കര ടെൻഷൻ ആവണം. അപ്പൊ എനിക്ക് ലാസ്റ്റിക്ക് ഞാൻ ഒരു ആഴ്ച പ്ലാൻ ഒക്കെ ഇട്ട് എല്ലാവരും ലാസ്റ്റിക്ക് ഒരു റിവിഷൻ പ്ലാൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഫാസ്റ്റ് 2 ദിവസം പെർഫോം ചെയ്യാൻ പറ്റിയില്ല ടെൻഷൻ കൊണ്ട്. അപ്പൊ എനിക്ക് കുറേ പെൻഡിങ് വന്ന്, ഒരുപാട് പെൻഡിങ് വന്ന് എനിക്ക് ലാസ്റ്റിക്ക് ആയപ്പോൾ തന്നെ ഒരുപാട് പാഠങ്ങളായി. ലാസ്റ്റത്തെ ദിവസം മാത്രം നീറ്റിന്റെ തലേന്നത്തെ ദിവസം മാത്രം എനിക്ക് 15 പാഠം നോക്കാണ്ടായിരുന്നു. ഒക്കെ പഠിച്ചതാണ് ഓക്കെ, പക്ഷെ നമുക്ക് ഒന്നുകൂടി നോക്കിയാലേ സമാധാനം ഉണ്ടാവുള്ളൂ. എന്നിട്ട് എനിക്ക് മനസ്സിലായത് തീരുമെന്ന് എനിക്കും തോന്നുന്നില്ല. ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോ അവര് എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴാണ് ഞങ്ങള് 11 ആൾക്കാരാ ഒരു ഫ്ലോറിൽ 12 ആൾക്കാര് ഒരു ഫ്ലോറിൽ, ഒരു 3 റൂമും ഒരു ഹാളും അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് ഒരു ഫ്ലാറ്റ്, ഒരു എന്താ 3 ഫ്ലോർ ഉണ്ട്. അതിൽ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലെ ഞങ്ങള്, അതിലൊരു ഹാളും 3 റൂമും, അങ്ങനെ 3 റൂമില് 3-4 വിളിച്ചിട്ട് ഏതായിരുന്നു നമ്മുടെ ഹോസ്റ്റൽ? മിംസിന് എടുത്തായിരുന്നു മൈക്രോ അല്ലേ? ഹൗസില് ഞങ്ങൾ അനിലേട്ടന് വാർഡൻ അവിടെ. പിന്നെ അങ്ങനെ എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഇവരെന്ന് പറഞ്ഞാല് ഭയങ്കര പഠിത്ത ഫുൾ ടൈം. ഞങ്ങൾ റിപ്പീറ്റേഴ്സ് ഫുള്ള് റിപ്പീറ്റേഴ്സ് എല്ലാവരും 11 ആൾ റിപ്പീറ്റേഴ്സാ, ഒരാൾ മാത്രമേ റിപ്പീറ്ററുള്ളൂ. അവൻ വന്ന് പെട്ടതാ, അവൻ എന്താ ഫസ്റ്റ് ആദ്യം ഇടങ്ങ് ഭയങ്കര ഇടങ്ങാറുണ്ട്, ഇത്രയും പഠിക്കുക. ഞങ്ങളൊക്കെ രണ്ടാമത്തെ കൊല്ലമൊക്കെ അപ്പൊ ഭയങ്കര സീരിയസ് ആയിരുന്നു. ഞങ്ങളൊക്കെ അവന് ഭയങ്കര ഇടങ്ങാറായിരുന്നു. പിന്നെ ഇവര് ഫുൾ ടൈം പഠിത്തം. ഇവരെ കാണുമ്പോൾ എനിക്കും പഠിക്കാൻ തോന്നും. ഞാൻ ഇടയ്ക്ക് എനിക്ക് ടെൻഷൻ ആകുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റൂല, ഞാൻ പറ്റ ഡൗൺ ആവും. അതിൽ ഇവരൊക്കെ വന്ന് എന്നിട്ട് ഈ 11 പേരും അവസാനം ഇപ്പൊ ഇവിടെ എത്തി. അവസാനം ഇപ്പൊ എല്ലാവർക്കും ഒരു ആവറേജ് 650 മുകളിൽ അടുത്തുണ്ട്. ഒരു ഫ്ലോറില് അല്ലെ 11 പേര്, ഒരു നമ്മളുടെ ഹോസ്റ്റൽ മുറി, 3 റൂം, നടുവിലൊരു ഹാളുള്ള ഒരു ഫ്ലാറ്റ് മുറി, 3 ഫ്ലാറ്റ് റൂമുകളിലായി 11 പേർ. 11 പേരും 650 റേഞ്ചിൽ, ഒരാൾ 650 മുകളിൽ, ഒരാൾ 700 മുകളിൽ. ആ ഹോസ്റ്റലിന്റെ ഭാഗ്യത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നു. എന്ത് പറയുന്നുണ്ടാവും നമ്മളെ വാർഡനൊക്കെ? വാർഡനൊക്കെ ഒരുപാട് സന്തോഷം. കാരണം അനിലേട്ടനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ക്വാളിറ്റേറ്റനായാലും ശ്യാമായിട്ടനായാലും ഞങ്ങളെ പഴയ മെന്റർ ക്രിസ്റ്റഫണ്ണനായാലും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന്. ഈ പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞു നേരത്തെ, നോമ്പൊക്കെ എടുക്കാറുണ്ടായിരുന്നു, അതൊക്കെ എടുത്തോ ഇപ്രാവശ്യം? നോമ്പൊന്നും കളഞ്ഞിട്ടില്ല, പരിപാടിയില്ല. ഫുൾ നോമ്പൊക്കെ എടുത്തു? ഫുള്ള് നോമ്പെടുത്ത് ഹോസ്റ്റലിൽ തന്നെ നോമ്പൊക്കെ തുറന്നു? ആ സമയത്ത് വീട്ടിൽ പോയിരുന്നു നോമ്പിന്റെ സമയത്ത്? ഞാൻ നോമ്പ് തുടങ്ങിയ പിന്നെ ലാസ്റ്റ് 3 മാസം പോയിട്ടേ എന്റെ കസിന്റെ കല്യാണം ഉണ്ടായിരുന്നു ഫെബ്രുവരിയില്. അത് കഴിഞ്ഞിട്ട് ആ ഫെബ്രുവരി അപ്പൊ 5 ദിവസത്തോടെ നിന്നു. അപ്പൊ തന്നെ എനിക്ക് അത്യാവശ്യം ടച്ച് പോയി, നമുക്കൊരു ടച്ച്. എന്നാലും ആ സമയത്തെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോ നോമ്പൊക്കെ എടുത്തിട്ട് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നോ? ഫസ്റ്റ് ഒരാഴ്ച നല്ല ക്ഷീണം, ഒന്നും പഠിക്കാൻ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിരുന്നു. ഉച്ചക്ക് ഉറങ്ങുക ഇതൊക്കെ ഇങ്ങനെ. അപ്പൊ ഈ പുലർച്ചക്കുള്ള ഭക്ഷണമൊക്കെ ഹോസ്റ്റലിൽ തന്നെ കഴിക്കും? എനിക്ക് രാവിലത്തെ ഭക്ഷണം ശരിയാവില്ല, എനിക്ക് ചോറ് ഞാൻ കഴിക്കലില്ല. അപ്പൊ ഞാൻ ബ്രെഡ് 30 ദിവസം ബ്രെഡ് മാത്രമേ കഴിച്ചിരുന്നത്. നോമ്പ് എടുക്കണല്ലോ കൂടെയോ? അപ്പൊ ഈ 11 പേരിൽ വേറെ നോമ്പുള്ളവരുണ്ടോ? എല്ലാവരും നോമ്പ്, അത്യാവശ്യം എല്ലാവരും നോമ്പ് എടുത്തിരുന്നു. അപ്പൊ എല്ലാരും രാവിലെ കഴിക്കും? എല്ലാവരും അവിടെ. ഞാൻ മാത്രം ബ്രെഡ് കഴിക്കും. എനിക്ക് ചോറ് കഴിച്ച് എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പൊ അങ്ങനെ ബ്രെഡ് 30 ദിവസം ബ്രെഡ് മാത്രമായിരുന്നു. പക്ഷെ നോമ്പ് എടുക്കാതെക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ 30 ദിവസം അൽഹംദുലില്ലാ ഫുള്ള് നോമ്പ് എടുക്കാൻ പറ്റി. അങ്ങനെ എല്ലാരും ഒന്നിച്ച് പഠിച്ചു, ഒന്നിച്ച് പ്രാർത്ഥിച്ചു, ഒന്നിച്ച് നോമ്പെടുത്തു, ഒന്നിച്ച് മെഡിക്കൽ കോളേജിൽ പോകുന്നു അല്ലേ? ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ അൽഹംദുലില്ലാ എന്ന് ഞാനും പറയാണ് സത്യത്തിൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം നിങ്ങളിങ്ങനെ കാണുന്ന സമയത്ത്. എപ്പോഴും ക്യാമ്പസിലേക്ക് വേറൊരു മാനസികാവസ്ഥയിൽ കയറി വന്ന ആളുകൾ തൃശ്ശൂർ ക്യാമ്പസിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അല്ലേ വരുന്നത്? കോഴിക്കോട്ടെ ക്യാമ്പസ് മാത്രമാണ് ഷിബിനെ കണ്ടത്. ഇന്നിപ്പോ കാണാൻ വേണ്ടി തൃശ്ശൂരിലെ ക്യാമ്പസിൽ വരുന്നു. ഒരുപാട് പേര് ഇവിടെ നിന്നു. മോനിവിടെ നിൽക്കുമ്പോൾ തന്നെ 700 മാർക്ക് കിട്ടിയ വേറെ ആളുകളും അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോ നമ്മളെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച റിസൾട്ടാണ് സത്യത്തിൽ നിങ്ങളുടെ ബാച്ച് ഉണ്ടാക്കി തന്നത്. നിങ്ങളെക്കാലവും വലിയ അഭിമാനത്തോടുകൂടെ ഞങ്ങളെല്ലാവരും
ഓർക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു റിപ്പീറ്റർ അനുഭവം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. റിപ്പീറ്റർ ക്ലാസ് മുറി വളരെ പ്രധാനപ്പെട്ടതാണ്. സൈലം അതിൽ ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു. ഒരു ദിവസം നിങ്ങളിരുന്ന് പഠിച്ച് പിറ്റേ ദിവസം വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. DPPs കൊണ്ടുവരുന്നു, പുതിയ മെറ്റീരിയൽ കൊണ്ടുവരുന്നു, മൈൻഡ് മാപ്പ് കൊണ്ടുവരുന്നു, അല്ലേ? അപ്പോൾ എല്ലാ രീതിയിലും ഒരു റിപ്പീറ്റർ സ്റ്റുഡൻറ്റിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ശ്രമം സൈലം നടത്തിയിട്ടുണ്ട്. മോൻ 700 കടക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ ഘടകങ്ങൾ ആ 700 കടക്കാൻ മോനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്? എക്സാം എഴുതുമ്പോ ഫുള്ള് DPP ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരുന്നു. മീൻസ് ആ കൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ മറ്റേ LMRP ക്വസ്റ്റ്യൻസ്, മറ്റേ GAP ക്വസ്റ്റ്യൻസ്, പ്രീനീറ്റ് ഒക്കെ കുറെ ക്വസ്റ്റ്യൻസ് തന്നെ കണ്ട തന്നെ. അപ്പോൾ ഒരുപാട് സന്തോഷമായി. ഓരോ മാഷുമാരെ, അനന്ത് സാറിനെ എന്താ ഓരോ മാഷുമാരെ ഇങ്ങനെ ഓർമ്മ വരുന്നത്, ഫമീൽ സാറിനൊക്കെ ഇങ്ങനെ ഓർമ്മ വന്ന് ചെയ്തപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ. പിന്നെ ഞാൻ +1 മുതലേ ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്താ സൈലത്തിൽ ജേർണി വെച്ചിട്ട് യൂട്യൂബ് ലൈവ് കണ്ടിട്ടാണ് തുടങ്ങിയത്. പിന്നെ +2 ഞാൻ ചേർന്ന് മറ്റേ അഗ്നിവാച്ചിൽ ചേർന്ന് അങ്ങനെ ക്ലാസ്. പക്ഷെ അന്നൊന്നും വല്ല പഠിത്തമൊന്നും ഇല്ല, ലാസ്റ്റിക്ക് ഇരുന്ന് പഠിത്തം മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഞാൻ എന്താ ഡോക്ടറാണ് എൻ്റെ ചെറുപ്പം മുതലേ ഇല്ല ആഗ്രഹം. ഉമ്മ ഇങ്ങനെ ഫീഡ് ചെയ്ത് ഇങ്ങനെ ഡോക്ടർ ആവണം. ചെറുപ്പം മുതലേ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഉമ്മാന്റെ വീട്ടിലും എവിടെയായാലും എൻ്റെ കുട്ടി ഡോക്ടറാവും. പിന്നെ എനിക്ക് വേറെ ആഗ്രഹത്തിൽ പോകേണ്ടി വന്നില്ല. മീൻസ് എൻ്റെ ഉമ്മാന്റെ ഇപ്പാൻ്റെ അത്രയും വലിയ ആഗ്രഹം അതാ. അപ്പൊ ഞാനും ഇതന്നെ ഡോക്ടറാവും. ഇപ്പൊ കുറെ കുട്ടികൾ ഇങ്ങനെ മാറ്റി പറഞ്ഞപ്പോഴും ഞാൻ ചെറുപ്പം മുതലേ എല്ലാ ക്ലാസ്സിലും പറഞ്ഞു എനിക്ക് ഡോക്ടറാണ്. അങ്ങനെ. പക്ഷെ എനിക്ക് ഇന്ത്യയിൽ സ്കൂൾ മറ്റൊന്നും വല്ല അറിഞ്ഞിരുന്നില്ല. ഇതാവണം എന്നുണ്ട്, റിപ്പീറ്റ് ചെയ്താൽ കിട്ടും അങ്ങനെയൊക്കെ കരുതി. അപ്പൊ റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായില്ല. ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നല്ല മാർക്കും ഉണ്ട്. പക്ഷെ എനിക്ക് സൈലം മതി, ഇത് മതി എന്നടിച്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല ഹോസ്റ്റലും, ഒമേഗാന്റെ ഹോസ്റ്റലിൽ ഞാൻ ഫസ്റ്റ് ഇയർ. അപ്പൊ ഭയങ്കര പഠിക്കണം കേട്ടോ, അടിപൊളി കുട്ടികൾ, നല്ല ഫുൾ ടൈം നല്ല പഠിക്കണം. നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു അവിടുന്ന് ഒമേഗ ഹോസ്റ്റലിന് ഫസ്റ്റ് ഇയറിൽ തന്നെ. അപ്പൊ ഫസ്റ്റ് ഇയറിൽ തന്നെ ഹൈബ്രിഡ് സിസ്റ്റം ആദ്യമായിട്ട് വന്നു. ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നി. പിന്നെ ടാബിന്റെ ക്ലാസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. DPP യൂസ് ചെയ്തിരുന്നു നന്നായി? DPP ഈ പ്രാവശ്യം വന്നപ്പോ ലിനീഷ് സാർ എപ്പോഴും പറയുമായിരുന്നു മോൻ DPP നന്നായി യൂസ് ചെയ്യുന്നു. ഞാൻ DPP ഞാൻ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്ത സമയത്ത് അന്ന് DPP ഇല്ലല്ലോ, നമുക്ക് മൈൻഡ് മാപ്പ് മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ എനിക്ക് സ്ലൈഡ്സ് നോക്കാൻ ഇഷ്ടമല്ല. എനിക്ക് ഒന്നുകിൽ എഴുതിയ ബുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പഠിക്കാൻ ഇഷ്ടം. അപ്പൊ ഞാൻ എനിക്കായിട്ട് ഞാൻ ഒരു പകുതി സമയം എന്താ ഈ ജേർണിന്റെ പകുതി സമയം ഞാൻ നോട്ട് ചെയ്താൻ വേണ്ടി എടുത്തു. പക്ഷെ എനിക്ക് ഒരുപാട് സമയം അങ്ങനെ മിസ് ചെയ്തു. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ DPP കിട്ടിയപ്പോൾ ഭയങ്കര യൂസ്ഫുൾ പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ. ഞാൻ വേറെ ഒരു നോട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇതിൽ തെറ്റിയ ക്വസ്റ്റ്യൻസ് ചെയ്തേക്കാൻ വേണ്ടി നോട്ട് ഉണ്ടാക്കിയെന്നല്ലാതെ ഞാൻ ശരിക്കും NCERT ഫുള്ള് വായിക്കണം എന്നാണ്. പക്ഷെ എന്താ മാഷുമാർ ഇമ്പോർട്ടന്റ് പറയുന്ന ഭാഗങ്ങൾ മാത്രം വായിച്ചു. പിന്നെ ചില ഭാഗങ്ങൾ മാത്രം ഫ്രണ്ട്സ് ആരെങ്കിലും മാർക്ക് ചെയ്ത് വെച്ചു. ഒക്കെ DPP ഉണ്ട്, അതിലില്ലാത്ത ഒന്നുമില്ല. ഫിസിക്സും കെമിസ്ട്രിക്ക് പ്രത്യേകിച്ച് എടുത്താറല്ലോ. ഓർഗാനിക് കെമിസ്ട്രി ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പ്രവീൺ സാറിന്റെ ഓർഗാനിക് കെമിസ്ട്രിന്റെ DPP, അനന്ത് സാറിന്റെ ക്ലാസ്സും ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഓഫ്ലൈനത്തെ ഫാക്കൽറ്റീസും എല്ലാവരും പാടെ ആയപ്പോൾ ഇതിനപ്പുറം ഒന്നും കിട്ടാനല്ല. അപ്പൊ ഞാൻ വേറൊരു മെറ്റീരിയൽ ഒന്നും ചെയ്തിരുന്നില്ല. ഇപ്പൊ ചെയ്തവരുണ്ടാവും, പക്ഷെ ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല. ഒരു മെറ്റീരിയൽ എനിക്ക് സൈലത്തിന്റെ മറ്റേ വലിയ ബുക്കില്ല, അതന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അപ്പോൾ ഞാൻ DPP എല്ലാ റെക്കോർഡ് ക്ലാസ്സും പിന്നെ ലൈവ് ക്ലാസ് ക്വസ്റ്റൻസ് ഫുള്ള് ചെയ്തിരുന്നു. അതാണ് ഇതിന്റെ മാർക്കൊക്കെ എത്താനുള്ള കാരണം. വേറെ ഒന്നും. പിന്നെ ലാസ്റ്റിക്ക് എത്തിയപ്പോഴാണ് ഇങ്ങനെ AATS അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ തുടങ്ങിയത് തന്നെ. അതുവരെ ഇതേ പഠിച്ചിട്ടുള്ളൂ. DPP പഠിച്ചാൽ മതി. ലാസ്റ്റിക്കും ഞാൻ തലേന്നായാലും ഈ ലാസ്റ്റ് ഒരാഴ്ച പഠിക്കാൻ പറഞ്ഞ ഇതൊക്കെ ഞാൻ DPP മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഞങ്ങളെ ഫ്ലോറത്തെ എല്ലാവരും DPP മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ആരും ചോദിച്ചാലും ഞങ്ങൾ പറയും DPP പഠിച്ചാൽ മതി, അതേ വരൂ, അതിനപ്പുറം വരൂല. അവരൊക്കെ വിളിച്ചോ? ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോ? വിളിച്ചു. പക്ഷെ ഞാനിത് മാർക്കൊന്നും പറഞ്ഞിരുന്നില്ല. എനിക്ക് ഞാനും പറഞ്ഞില്ലല്ലോ. അപ്പൊ എല്ലാരെയും കാണണം. നമുക്ക് 11 പേരെ ഒന്നിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മളെ പഴയ ഹോസ്റ്റലിൽ പോയിട്ട് ഇതുപോലെ അവിടെ ഇരുന്നിട്ടൊരു വീഡിയോ ചെയ്യണം. എല്ലാരെയും കൂടെ നമുക്ക് സംഘടിപ്പിക്കണം. ഫ്രണ്ട്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് ടെൻഷനൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും ഫുഡ് കഴിച്ച് ഉച്ചക്കും രാത്രി എപ്പോഴും രാവിലെ ആയാലും ഞങ്ങൾ ഒപ്പം ഇരിക്കുക. 12 ആൾ ചുറ്റോറ് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. ഒരാൾ ഒറ്റക്ക് പോയിരിക്കൂല. എപ്പോഴും 12 ആൾ ഒപ്പം ഉണ്ടാവും. അപ്പൊ ആരെയിലൊക്കെ കളിയാക്കും. എത്ര ടെൻഷൻ ആണെങ്കിലും ഒക്കെ അവിടെ നിന്നാണ് തീരും. അപ്പൊ എപ്പോഴും കളി തമാശ. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും അപ്പൊ പറയില്ല. ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞിട്ട് ഇപ്പൊ എക്സാമിന്റെ തലേന്ന് പോലും എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. കുറെ തീർക്കാണ്ട് എനിക്ക് തീരോ സംശയം. അപ്പോൾ ഫുഡ് കഴിക്കായിരുന്നു. ഒരു 10 കുറെ നേരം ഒരു 15-20 മിനിറ്റ് ഫുഡ് കഴിക്കണ നേരം ഇരുന്നാണ് ഫുള്ള് റിലാക്സ് ആയി. എല്ലാവരും തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഞാൻ ഒരുപാട് വേണ്ടി അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കുറച്ചോനെ എല്ലാവർക്കും കിട്ടണേ, ഒരാൾക്ക് പോലും കിട്ടാതെ കരുതി എന്നൊക്കെ പ്രാർത്ഥിച്ചു. അൽഹംദുലില്ലാ എക്സാം എഴുതിയപ്പോൾ കൂടി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു.
എനിക്ക് ഇടയ്ക്ക് അങ്ങനെ ആലോചിക്കാൻ പാടില്ല. പക്ഷെ പെട്ടെന്ന് എനിക്ക് അവരെല്ലാവരും ഓർമ്മ വന്നു. ഇപ്പൊ വേറെയും കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇവർക്കൊക്കെ ഉഷാറായി എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അങ്ങനെ എഴുതി പോയിരുന്നത്. ഉറപ്പായും നമുക്ക് അടുത്തൊരു ദിവസം തന്നെ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം, ഞാൻ ഒരു യാത്രയൊക്കെ പോയിന്ന് മടങ്ങി വന്നതിന് ശേഷം നമുക്ക് അവരെല്ലാവരെയും വിളിച്ച് നമ്മളെ വാർഡന്മാരും ജിത്തേച്ചിയും നീലിമ മെൻറ്ററും എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് നമുക്ക് നമ്മളുടെ ഹോസ്റ്റലിൽ നിന്ന് 12 പേർക്ക് അതുപോലെ വട്ടത്തിലിരുന്ന് നമുക്ക് ഈ കഥ പറയണം. വേറെന്തൊക്കെയാ ഇപ്പോൾ മിസ് ചെയ്തത്, എന്തൊക്കെയാ ഇപ്പം ചെയ്യാൻ തോന്നുന്നത്? ഇപ്പൊ എനിക്കും ഞാൻ 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല, കുറെ ഒരു ഉറങ്ങണം. ഒരാഴ്ചയായിട്ട് ഉറങ്ങിയിട്ട്. ഇപ്പൊ എക്സാം എഴുതുന്ന എക്സാമിന്റെ ടെൻഷനാണ്, എക്സാം എഴുതി കഴിഞ്ഞപ്പോ ഈ മാർക്കിന്റെ ടെൻഷനായി. അപ്പൊ അങ്ങനെ പിന്നെ സമാധാനത്തോടെ ഉറങ്ങണം. സാറിനെ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ ഇന്നലെ 3 മണി ഉറങ്ങിയപ്പോ എനിക്ക് 10 മണി 11 മണിയാകുമ്പോ കടന്ന് സാറിനോട് എന്തൊക്കെ ചോദിക്കും, സാറ് കാണുമ്പോ ഞാൻ എന്താ പറയും, എനിക്കൊന്നും അറിയില്ല, ആദ്യത്തെ എങ്ങനെ ഇരിക്കുക. എനിക്ക് ഭയങ്കര സന്തോഷമായി സാറിനെ കാണാൻ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഇങ്ങനെയൊക്കെ ഒന്ന് ഇരിക്കണം എന്ന് കുറെ ആഗ്രഹിക്കുന്നില്ലല്ലോ, അപ്പൊ ലിമിറ്റ് ഇല്ല, അപ്പൊ കുറെ ആഗ്രഹിച്ചു ഇതേമാതിരി. പക്ഷെ എല്ലാ ആഗ്രഹവും നടന്നില്ലേ? ഇപ്പൊ എല്ലാം നടന്ന ഫീലില്ലേ സത്യത്തില്? ഇനി ഇതൊക്കെ കഴിഞ്ഞ് MBBS ഒക്കെ കഴിഞ്ഞിട്ട് എന്താവണം? MD ചെയ്യണം, സ്പെഷ്യലൈസ് ചെയ്യണം, അല്ലെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല? എന്താ ആഗ്രഹം ഇപ്പൊ ഉള്ളത്? അത് എനിക്കറിയാം, അത് ആ ഫീൽഡിലേക്ക് എത്തുമ്പോഴേ നമുക്ക് അത് തോന്നുള്ളൂ ഇനി എന്താ തിരിയേണ്ടതെന്നല്ലേ. അപ്പൊ പിന്നെ എങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തണം, അത് ബാക്കി അവിടുന്ന് തീരുമാനിക്കാതെ. അപ്പൊ അങ്ങനെ പറഞ്ഞാണ് ശുഭിനെ നിർത്തുന്നത്. വരാനിരിക്കുന്ന ഒരുപാട് കുട്ടികൾ അല്ലെ എക്സാം എഴുതി മോശമായ ആളുകളൊക്കെ ഷിബിനെ കേൾക്കുന്നുണ്ട്. ഇതേ മാനസികാവസ്ഥയിൽ ഷിബിനും ഇരുന്നിട്ടുണ്ട് ഒരിക്കൽ അല്ലേ? അപ്പോൾ എന്തായാലും തളരരുത്. ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അവിടേക്ക് എത്തിച്ചേരും എന്ന് ഷിബിൻ്റെ ലൈഫ് വെച്ചിട്ട് ഷിബിന് പറയാൻ പറ്റും. അതും കൂടെ അങ്ങനെ തളർന്നിരിക്കുന്ന, ദുഃഖിച്ചിരിക്കുന്ന, ഇനി എൻ്റെ മാർക്ക് കയറി വരുമോ, അടുത്തൊരു എൻട്രൻസ് ഞാൻ എഴുതണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന കുറേ പേരുണ്ടാവും. അവരോട് എന്താണ് ഇപ്പൊ പറയാനുള്ളത്? പറയാല്ല എന്താ വെച്ചാല്, ഉറപ്പായിട്ടും നീറ്റ് റിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചടപ്പിലെ കാര്യങ്ങളാണ്. ഒരുപാട് നമുക്ക് ഇടക്കൊക്കെ എനിക്കൊക്കെ ഒന്ന് ഇറങ്ങി ഓടി പോകാൻ തോന്നിയിട്ടുണ്ട്. അത്രക്ക് ചിലർക്ക് അങ്ങനെ, ചിലർക്ക് ഭയങ്കര റിലാക്സ് ചെയ്ത് പോകാൻ. എനിക്കൊക്കെ ഭയങ്കര പ്രഷറായിരുന്നു. വീട്ടിൽ നിന്നൊന്നും പ്രഷറില്ല. എൻ്റെ അമ്മ റിപ്പീറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ഒരുപാട് മൈൻഡ് കുറെ സ്ട്രെസ്സായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഉമ്മിപ്പിയും പറഞ്ഞു ഇനി മതി. അവർക്ക് ഭയങ്കര ആഗ്രഹം ഡോക്ടർ, എന്നാലും പറഞ്ഞു ഇനി മതി, എന്റെ കുട്ടീനെ ഇടങ്ങാറാവണ്ട, നമുക്ക് ഇനി വേറെ എന്തിനേലും ചേരാം, ഇനി എന്തെങ്കിലും നമുക്ക് നോക്കാറുണ്ട്. അപ്പൊ ഞാൻ നീറ്റ് മാർക്കൊക്കെ വന്നപ്പോ ഞാൻ പറഞ്ഞു ഉമ്മ എനിക്ക് ഒന്നുകൂടി ചെയ്യണം എന്നാണ്. അത് ഇപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് ടെൻഷൻ ഒഴിവാക്കാൻ പറ്റുമോ, എന്നാ പോയാൽ മതി, അല്ലെങ്കിൽ പോകണ്ടായിരുന്നു. അതിലങ്ങനെ ടെൻഷൻ പിന്നെ ഞാൻ തീരുമാനിച്ച് ഫുൾ കംപ്ലീറ്റ് ഒഴിവാക്കുന്നൊക്കെ കരുതി. അപ്പൊ എനിക്ക് സൈലത്തിന് സാറ്റ് എക്സാം ഉണ്ടായിരുന്നു. സൈലത്തിന് സാറ്റ് എക്സാം എഴുതിയത് ഞാൻ. അപ്പൊ സാറ്റ് എക്സാം എഴുതിയിട്ട് എനിക്ക് ഹോസ്റ്റലിൽ കൂടി ഫുൾ സ്കോളർഷിപ്പ് ആയിട്ട് എൻ്റെ അതേപോലെ തന്നെ എൻ്റെ റൂമിൽ കുറെ ആൾക്കാർക്ക് സാറ്റ് എക്സാം എഴുതി വന്ന് ഇപ്പൊ നല്ല മാർക്കുണ്ട് എല്ലാവർക്കും. സാറ്റ് എക്സാം ഭയങ്കര ഉപകാരപ്പെട്ടിരുന്നു. അപ്പൊ അങ്ങനെ ഡൗൺ ആവണ പോകുന്ന സമയത്ത് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കും, പഠിച്ചോണ്ട് പറയും, അല്ലെങ്കിൽ ഉമ്മാക്ക് വിളിക്കും. ഉമ്മാക്ക് സങ്കടമാവും, പക്ഷെ ഉപ്പയും പറയും ഇപ്പത്തെ മാർക്ക് നോക്കണ്ട, ലാസ്റ്റ് കയറും എന്നാണ്. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഒക്കെ നല്ല മാർക്കുണ്ട്. GAB ഒക്കെ ഫസ്റ്റത്തെ നമ്മള് LMRP കഴിയണ വരെ അത്യാവശ്യം നല്ല മാർക്കുണ്ട്. പക്ഷെ LMRP ഇപ്പൊ കഴിഞ്ഞ് നമ്മളെ പ്രീനീറ്റ് തുടങ്ങിയില്ലേ, അപ്പൊ പിന്നെ എനിക്ക് മാർക്ക് കുറയാൻ തുടങ്ങി, കുറയാൻ തുടങ്ങി. 620, 618, 10, 577 എത്തി. ആദ്യമായിട്ട് ഞാൻ 650 അടിയിലാണ് ഇറങ്ങി. എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ഒരുപാട് ഡൗൺ എന്ന് പറഞ്ഞാല് ഇല്ലാതായി പോയി. പക്ഷെ എനിക്കറിയാം ഞാൻ കേറി തന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞ്. പിന്നെ ഞാൻ അനീസാറെ പറയാം, അനീസാറോട് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് മാർക്കില്ല സാറേ, 620 ഒക്കെ ഉള്ളു കിട്ടണേ. അപ്പൊ അനീസാർ എന്നോട് പറഞ്ഞു ശിവ, എനിക്ക് ആകെ അനീസാറെ നല്ല പരിചയമുള്ളൂ. അപ്പൊ ശിവനെ ഇത് പേടിക്കണ്ട, എനിക്കൊരു 670 മോളിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി, ഭയങ്കര ഒരുപാട് സാറങ്ങനെ പറഞ്ഞല്ലോ. പിന്നെ എനിക്ക് ഒരു സമാധാനമൊക്കെ ആയി അങ്ങനെ പറഞ്ഞപ്പോ. ഒരുപാട് ഇതായിരുന്നു. പിന്നെ ഡൗൺ ആവുമ്പോ ഡൗൺ ആവും. മാർക്ക് കൂടിയപ്പോ നല്ല സന്തോഷം ഉണ്ടാവും. ഓവറായി സന്തോഷിക്കാതിരിക്കുക. മാർക്ക് കുറഞ്ഞ സങ്കടം ഉണ്ടാവും. ഭയങ്കര സങ്കടപ്പെടാതിരിക്കുക. എപ്പോഴും ഒരു മിഡില് വെച്ചിട്ട് പിന്നെ കോൺസ്റ്റന്റ് ഫീലോട് അങ്ങനെ പോകണം അല്ലേ? പഠിക്കണം. പഠിക്കാതിരുന്നിട്ട് കാര്യമില്ല. എനിക്കിപ്പോ ലാസ്റ്റിക്ക് ഒരു ദിവസത്തിന് തന്നെ 15 പാടുണ്ടായിരുന്നു. ഞാൻ അന്നിരുന്ന് പഠിക്കാൻ പറ്റൂല. ഞാൻ നീറ്റ് പോണെന്നും അവിടെ എത്തിയിട്ട് 1 മണിക്കൂർ നേരത്തെ എത്തി. എന്നിട്ട് അവിടെ വണ്ടിയിലിരുന്ന് പിന്നെയും വായിച്ചു. എനിക്ക് സമാധാനമല്ലേ, 2 പാഠം കൂടി വായിക്കാണ്ടിരുന്നു. ഞാൻ അതുകൂടി വായിച്ച്. പക്ഷെ എക്സാം സെന്ററിൽ പോയാൽ പിന്നെ ഇതൊന്നും ആലോചിക്കരുത്. പിന്നെ നമ്മളിങ്ങോട്ട് പരമാവധി മാക്സിമം കൊടുക്കാൻ പറ്റുന്ന രീതി കയറി പോവാ. ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ് ശിവന് പറയുന്നത്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രമിക്കുക, തളരരുത്, സങ്കടപ്പെടരുത്. ഓവറായ ആ സന്തോഷവും നമുക്ക് വേണ്ട. മാർക്ക് കൂടുമ്പോൾ ഞാൻ എല്ലാം ആയി എന്നൊരു ഫീലും
നമ്മളെ പതിയെ പിന്നോട്ട് നയിക്കും. ഷിബിനൊരു വലിയ പാഠമാണ് നിങ്ങളോട് പറയുന്നത്. അത് ഭയങ്കര രസമായി നിങ്ങൾ കേട്ടിരിക്കണം. കാരണം 600 മാർക്കിനും താഴോട്ടേക്ക് അവസാന സമയത്ത് പോയ സന്ദർഭങ്ങളുണ്ട്. 570 റേഞ്ചിലേക്കൊക്കെ എത്തിയിട്ടും 700 കടന്ന ഷിബിൻ്റെ ഒരു ജേണി ഭയങ്കര ജേണിയാണ്. പക്ഷേ എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നിനക്ക് പറ്റും എന്ന് പറഞ്ഞ അനീസാറെ പോലെയുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? അതേപോലെ കൂടെ നിന്ന മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. മെൻറ്റേഴ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഷിബിൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം എന്താണെന്ന് നിങ്ങൾക്കറിയാം. വാർഡന്മാരുണ്ടായിരുന്നു. എല്ലാത്തിനും അപ്പുറം ഒരു റൂമിനകത്ത് നമുക്ക് ഒന്നിച്ച് എൻട്രൻസ് കിട്ടണമെന്ന് ആഗ്രഹിച്ച് കൂടെ ഇരുന്ന് പഠിച്ച സുഹൃത്തുക്കളുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും സൈലം ആ അർത്ഥത്തിൽ ഷിബിൻ്റെ ലൈഫിൽ ഏറ്റവും മികച്ച സ്പേസ് ആയിരിക്കും. ആ സന്തോഷം ഷിബിനൊപ്പം ഇരിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു സ്പേസ് ഷിബിന് ഒരുക്കി കൊടുക്കാൻ പറ്റി. അങ്ങനെ സുഹൃത്തുക്കൾ കൂടെ ഇരിക്കുന്ന ഒരു ഒരു ഹോസ്റ്റൽ മുറി ഒരുക്കി കൊടുക്കാൻ പറ്റി. സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന മെൻറ്റേഴ്സിനെ കൂടെ നിർത്തിക്കൊടുക്കാൻ പറ്റി. നന്നായി കെയർ ചെയ്യുന്ന അധ്യാപകരെ നിർത്തിക്കൊടുക്കാൻ പറ്റി. അവന് എൻട്രൻസിന് ഹെൽപ്ഫുൾ ആവുന്ന DPP ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഹാളിൽ നിൽക്കുമ്പോൾ പോലും ഇത് ഞാൻ കണ്ടതാണല്ലോ എന്നൊരു സന്തോഷം അനുഭവിക്കാവുന്ന കുറേയേറെ ചോദ്യങ്ങൾ കൂട്ടിച്ചേർത്ത പരീക്ഷകൾ നടത്തിക്കൊടുക്കാൻ പറ്റി. എല്ലാത്തിനും അപ്പുറം അവനെ നിരന്തരമായി സ്വപ്നം കാണിക്കാൻ പറ്റി എന്നുള്ളതിൽ സൈലത്തിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുണ്ട്. ആ യാത്ര നിങ്ങളെയും പ്രചോദിപ്പിക്കട്ടെ. ഷിബിനൊരു വലിയ പാഠമാവട്ടെ എന്ന് പറഞ്ഞ് നിർത്തുക. ആൾ ദി ബെസ്റ്റ്.